നമസ്കാരമുണ്ട്. ആ നിന്നെ കണ്ടില്ലൊന്ന് ഇപ്പോൾ ഓർത്ത് എന്തേ ഉടക്കാണോ? ഉടക്കോ? നിൻ്റെ അടുത്ത് എന്ത് ഉടക്കാനാ? എങ്ങനെയെങ്കിലും ഈ ഡ്രൈവിംഗ് ഒന്ന് പഠിച്ചെടുക്കണം. പിന്നെ ഒരാളെ ആശ്രയിക്കണ്ടല്ലോ. ഈ ഒരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് വണ്ടി ഓടിച്ച് നീ ഇവിടെ വരും. ഇപ്പോഴൊന്ന് സമാധാനമായത്. എങ്ങനെ പോകണം നിൻ്റെ സീരിയൽ ഷൂട്ടൊക്കെ? ഇന്നലെ ഒരു റേപ്പ് സീനിൽ അഭിനയിക്കേണ്ടി വന്നു. ഇനി അത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്തൊക്കെ പുകിലാണോ ഉണ്ടാവാൻ പോണേ. ഹേയ് കുഴപ്പമില്ല, ടി വിയിലെ റേപ്പിൽ ഒന്നും ഉണ്ടാവില്ല. പറയാൻ പറ്റില്ല. മമ്മൂക്കയുടെ ഒരു പുതിയ പടത്തിൽ നിന്നൊരു ചെറിയ റോള് റെഡി ആയിട്ടുണ്ട്. ശരിക്കും? ആരോടെങ്കിലും പറയാൻ കൊല്ലും ഞാൻ. സിനിമയുടെ കാര്യം നടന്നു അത്ര തന്നെ. അതൊക്കെ നടക്കും. ഓഹോ, ഇവിടെ സൊറ പറഞ്ഞിരിക്കല്ലേ? മേഡം എത്രയോ നേരം അവിടെ അന്വേഷിക്കുന്നു. അയ്യോ, ഈ ചായ മുഴുവൻ കുടിച്ചതിൻ്റെ അത്യാവശ്യമുള്ളൂ. അവിടെ കുടി. എന്റെ സുധി, ജപ്പാനിൽ ഇംഗ്ലീഷ് അറിയാവുന്നവർ പോലും ജാപ്പനീസിലാണ് സംസാരിക്കുന്നത്. പക്ഷെ ഈ പറയുന്ന അമേരിക്കക്കാരും യൂറോപ്യൻസും ഒക്കെ എന്നിട്ടും അവർ അന്വേഷിച്ചു വരുന്നു. വൈ? ബിക്കോസ് ദേ ഹാവ് ദ നോളജ്. നമ്മുടെ നോളജ് വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് ബെറ്റർ കമ്മ്യൂണിക്കേറ്റർ ആവാനുള്ള നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു വഴി. ഹായ്. കേറി വാടോ. ഒരു സ്ഥലത്തും കൃത്യസമയത്ത് എത്തരുത്. ഓക്കെ, ഞാനിപ്പോൾ ബോർഡിലൊരു സെന്റൻസ് എഴുതാം. ജെസ്സി, എന്താ സംഭവം? എന്തോ കുട്ടികളുടെ കമ്മ്യൂണിക്കേഷനും മോട്ടിവേഷനും ആത്മവിശ്വാസവും ഒക്കെ നന്നാക്കാനുള്ള പരിപാടിയാണ്. പുതിയ പാർട്ട് ടൈം അപ്പോയിൻമെൻ്റ് ആയി കല്യാണി. മാനേജ്മെന്റിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള കുറിപ്പിന്റെ പുതിയ നമ്പർ ആയിരിക്കും. പിശാശി. ഇവിടെ നിനക്ക് പരിചയമുണ്ടോ? ഇവളെ കണ്ടല്ലോ. ഒറ്റ ചവിട്ട് കൊടുക്ക വേണ്ട. എനിക്കെന്നാ അവരെ കണ്ടപ്പോഴേ തോന്നിയായിരുന്നു ഈ കല്യാണം നടക്കാൻ പോണില്ല. ഓ പിന്നെ സിക്സ്ത് സെൻസിൽ എന്നെ അമ്മൂമ്മയ്ക്ക്. കഷ്ടായി. എന്താ അയാളുടെ പേര്? സൂസു സുധി. നീ അധികം കളിയാക്കല്ലേ. എന്നിട്ട് അയാൾ വേറെ കല്യാണം കഴിച്ചോ? ഏയ്, പുള്ളിക്കാരന് ഇപ്പൊ പെൺവർഗത്തിനോട് തന്നെ കംപ്ലീറ്റ് ശത്രുതയില്ല. മെയിൻ വില്ലത്തി ഞാനും. സ്കൂള് കഴിഞ്ഞൊരു ഹലോ പറഞ്ഞപ്പോ മിണ്ടാതൊരു പോക്ക്. നീ അന്ന് അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല. ദേ, വെറുതെ എന്റെ കുറ്റബോധം വളർത്തല്ലേ അമ്മൂമ്മേ. അയാളുടെ പാടായി. അതുകൊണ്ടൊരു പെണ്ണിന്റെ ജീവിതം രക്ഷപ്പെട്ടു. 3 മാസേ നീ ഉണ്ടാവുള്ളൂ എന്ന് സ്കൂളുകാരോട് പറഞ്ഞില്ലേ? ഓ, അതന്നെ അവർക്ക് കൂടുതലാ. സ്കൂൾ ഏതോ സർട്ടിഫിക്കേഷന് പോണുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടാ അത്ര തന്നെ. പക്ഷെ സ്റ്റുഡൻസിന് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടീച്ചേഴ്സും. ഓ, ഒന്നും മിണ്ടാതിരുന്ന് കഴിക്കന്നെ. വാ തുറന്നാ നിർത്തില്ല. ഇത്തിരി വെള്ളം കുടിക്ക. ഏതായാലും 3 മാസത്തെ ഈ തൊഴിലില്ലായ്മ ഞാൻ അടിച്ചു പൊളിക്കാൻ പോവാ. പരമാവധി ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആവാൻ പോവാ. അമ്മ നോക്കിക്കോ. ബഷീർക്കൊക്കെ ഡയബറ്റീസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ. അതുണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റ്സും ഒക്കെ അതനുസരിച്ചിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്യും അല്ലേ? ഇതും അത്രയേ ഉള്ളൂ. ആദ്യം ഈ കുറവുണ്ടെന്ന് അങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് അതനുസരിച്ചിട്ട് ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുക. സിമ്പിൾ. സംസാരിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ തോന്നുന്നൊരു നാണക്കേടില്ലേ? അതിനാ ചികിത്സ വേണ്ട, അല്ലാതെ വിക്കിനല്ല. വിക്കില്ലാത്തവർക്ക് എന്താ ഇവിടെ കാര്യം? സുധി, മീറ്റ് കല്യാണി. ഷീസ് എ ട്രെയിനർ ഇൻ SSG ബാംഗ്ലൂർ. കുറച്ച് നാൾ ഇവിടെ ഉണ്ടാവും. സോ വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ഹർ. നിങ്ങൾ തമ്മിൽ മുമ്പേ പരിചയമുണ്ടല്ലേ? മറ്റുള്ളവരുടെ കല്യാണം മുടക്കലല്ലേ ഇയാളുടെ പ്രധാന പണി. വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഞാൻ ഇന്നലെ ഷീലയ്ക്കൊരു മെയിൽ അയച്ചിരുന്നു. ആ പേരിനി ഒരിക്കലും മിണ്ടി പോരുത്. എനിക്ക് അവൾ ഇതുവരെ മറക്കാൻ പോലും പറ്റിയിട്ടില്ല. അറിയാതെനിക്ക്. ഐ എം നോട്ട് സോറി ഫോർ വാട്ട് ഐ ഡിഡ്. അന്ന് ഞാൻ പറഞ്ഞ തന്നെയാ ശരി. ഇയാളാരാ? ദൈവോ? ശരിയും തെറ്റൊക്കെ വിധിക്കാൻ. ഇനി കൂടുതൽ സംസാരിച്ച് വഷളാക്കാൻ ഞാനില്ല. ഒരു കാര്യം കൂടി. എന്താ? സ്റ്റോപ്പ് ഫോളോയിങ് മീ. എന്താ ഇതിലുള്ള ഇത്ര തമാശ ചിരിക്കാൻ? വിജയ് ബാബു സാറിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും.
നാട്ടിലും വിദേശത്തുമായി പല വിഖ്യാത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടി ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ അനുഭവ സമ്പത്തുമായിട്ടാണ് വിജയ് ബാബു സാർ ഇനി നമ്മോടൊപ്പം ഈ സ്കൂളിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്. ആ അറിവും കുറിപ്പിന്നത്തോടെ തന്നെ ഇയാളെ കുപ്പിയിലാക്കുമല്ലോ. അടിച്ച് പൊക്കണം കേട്ടില്ലേ? നമ്മളിൽ ഓരോരുത്തർക്കും അദ്ദേഹം പകർന്നു തരും എന്തൊരു എന്ന handsome. കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഹൃതിക് റോഷനെ പോലെയുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം വിജയ് ബാബു സാർ തന്നെ നിങ്ങളോട് പറയും. സാർ, മൈക്ക്. സത്യത്തിൽ വല്ലാത്തൊരു എംബാരസിങ് മൊമെൻ്റാണിത്. ഒരുപാട് കാലം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് തിരിച്ചു വരുമ്പോൾ വീട്ടുകാരെല്ലാവരും കൂടി നമ്മളെ സ്വാഗതം ചെയ്യുമ്പോൾ നമുക്കെന്താ തോന്നുക? അതാണ് ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ. ഷൂ, ഇങ്ങേർക്ക് ഈസി ആയിട്ട് സിനിമയിൽ അഭിനയിക്കാന്നേ ഉള്ളൂ. എൻ്റെ അപ്പൂപ്പനായിട്ട് തുടങ്ങിയ സ്കൂളാണിത്. എൻ്റെ കുട്ടിക്കാലത്ത് ഇത് 4-5 ക്ലാസ് മുറികളുള്ള ചെറിയൊരു സ്ഥാപനമായിരുന്നു. അച്ഛനും അപ്പൂപ്പനായിട്ടുണ്ടാക്കിയ സൽപ്പേര് ഞാനായിട്ട് ഇല്ലാതാക്കുമോ എന്നുള്ള പേടിയായിരുന്നു. സത്യത്തിൽ വേറെ ജോലി നോക്കാനും സ്കൂളിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇത്ര നാൾ ഏറ്റെടുക്കാതിരിക്കാനും എന്നെ പ്രേരിപ്പിച്ചിരുന്നത്. എനിവേ, ഈ സർട്ടിഫിക്കേഷൻ പ്രോസസ്സ് കഴിയുന്നതുവരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്നെ നിങ്ങൾക്കൊരു സുഹൃത്തായിട്ട് കാണും. അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ ഒരു കൊളീഗായിട്ട് കാണും. സോ താങ്ക് യു. ലെറ്റ്സ് ഡു ദിസ് ടുഗദർ. എന്തല്ല ശബ്ദം, എന്താ പ്രഭ? ഏത് പ്രഭ? ആ ഗാംഭീര്യം. പകുതി ചാടയാടാ. എനിക്ക് കുടുംബമായിട്ട് കാശുള്ളവരെ 10 പൈസയുടെ വിലയില്ല. ഇപ്പൊ അംബാനിയുടെ മോൻ, എനിക്ക് അവനെ വിലയില്ല. പക്ഷെ ഷാറൂഖ് ഖാൻ അവൻ കൊള്ളാം. പറഞ്ഞു വരുമ്പം നമ്മുടെ പ്രായമുള്ളൂ. പക്ഷേ അദ്ദേഹം ഇവിടെ, നമ്മളെവിടെ? അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മ അറിഞ്ഞിട്ട പേരാ വിജയ് ബാബു. വിജയിക്കാൻ വേണ്ടി മാത്രം ജനിച്ച ബാബു. ഏത് സ്റ്റാൻഡേർഡിലാണ് മോള് പഠിക്കുന്നത്? 6th. ഈ പെണ്ണ് കൊള്ളാട്ടോ, കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ട്. ഉവ്വ, വെറുതെ ഡയലോഗടി മാത്രമേ ഉള്ളൂ. നീ മുട്ട കണ്ടിട്ടില്ലേ? അതിനകത്തുള്ള കോഴിക്കുഞ്ഞില്ലേ, അതാണ് ഈ സാധനം. നീ മൈൻഡ് ചെയ്യണ്ട. സുധി, ബഷീർക്ക, ഞാൻ തിരക്കിൽ കണ്ടില്ല. അത് ശരി. ഞാൻ ഇവിടെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകാൻ വന്നതാ. മരുമോൾ പോരൊക്കെ ഇപ്പൊ മാറിയോ ബഷീർക്ക? അതാ രസം. വേനുണ്ടാവില്ല എന്ന് ഫോൺ വന്നപ്പം സൂറ തന്നെയാ ഇവളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഈ കുട്ടിയോട് അതിന് നന്ദി പറയായിരുന്നു ഞാൻ. നന്ദിയൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. കുറച്ചു ദിവസം കഴിയുമ്പോൾ റിലാപ്സ് വരും. അപ്പോഴും എനർജി ഉണ്ടാവണം. അത്രേ ഉള്ളൂ. ഈ വിക്കെന്ന് പറഞ്ഞ സാധനം ഒരിക്കലും മാറാൻ പോണില്ലേ? വെരി ഗുഡ്. ഇതന്നെയാ സുധിയെ ഞാൻ ആദ്യം കണ്ടപ്പോൾ പറഞ്ഞത്. ഈ ഒരു റിയലൈസേഷൻ ഉണ്ടെങ്കിൽ സ്റ്റാമറിന് നമുക്ക് ഒരുപാട് ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും. ഡയലോഗ് അടിക്കാൻ എല്ലാവർക്കും പറ്റും. ഡയലോഗ് അല്ല, ഐ ക്യാൻ പ്രൂവ് ഇറ്റ്. പക്ഷെ സുധി കോപ്പറേറ്റ് ചെയ്യണം. കോപ്പറേറ്റ് ചെയ്താ ഐ ക്യാൻ ഷോ യു ദ ഡിഫറൻസ്. ബെറ്റുണ്ടോ? ബെറ്റ്. ആ, ദേഹത്തോട്ടുള്ള ബെറ്റൊന്നും വേണ്ട. ഷീല. പേരിത്തിരി പഴയതാണെങ്കിലും മുഖത്തിരി പുതിയതല്ലടാ. നോക്ക്. ഇങ്ങോട്ട് തന്നെ. നീ നോക്കാറായിട്ടില്ലേ? നീ ചെറുക്കണേ. ഇപ്പൊ പഴയ പേരടാ ഫാഷൻ. ജാതകപ്പൊരുത്തവും ഉണ്ട്. 2 ദോശകളുടെ മാവേ ഉള്ളിനി. ആക്രാന്തം കാണിച്ചു വെറുതെ. അമ്മയുടെ ചമ്മന്തിയാ ഉഗ്രൻ. പ്ലീസ്, എനിക്കിഷ്ടം അമ്മയുടെ മോര് കൂട്ടാനാ. അമ്മേനെ മോര് ശാന്താ ഈ മോഹനാട്ടം കളിയാക്കി വിളിക്കണേ. ആര് വിളിച്ചു? ആ പൂജാമുറിയിൽ ഇരുന്ന തീപ്പെട്ടി എവിടെയാ? ആവൂ, പൂജാമുറിയിലത്തെ തീപ്പെട്ടി അടുക്കളയിൽ ഉപയോഗിക്കുന്നത് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഗ്യാസ് ഒന്ന് കത്തിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഗുരുവായൂരപ്പം വന്ന് കത്തിച്ചു തരുമോ? ഒന്നും മിണ്ടാണ്ടിരിക്കണ്ടോ? ഒരു ഗുരുവായൂരപ്പനും തീപ്പെട്ടിയും മോരിശാന്തേ എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ ഇത്? എന്താ എന്റെ അവർക്ക് അതെ, സുധിയുടെ പെണ്ണ് കാണലിന്റെ കാര്യാച്ചാ. അതല്ലേ അവനോട് തീരുമാനം എടുത്തോളാം ഞാൻ പറഞ്ഞല്ലോ. കുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് പോയി അങ്ങോട്ട് കാണാം. അല്ലാണ്ട് വെറുതെ അവരെ ബോംബെന്ന് വരുത്തി ബുദ്ധിമുട്ടിക്കണ്ട. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഒറ്റപ്പാലത്തുള്ള അമ്മ വീട്ടിൽ 12-ാം തീയതി ആ കുട്ടി വരുമെന്നല്ലേ പറഞ്ഞത്? അത് ഞാൻ അങ്ങോട്ട് മറന്നു. ആദ്യം സ്വന്തം മോന്റെ കാര്യം നോക്കൂ, എന്നിട്ട് മതി ദൈവത്തിന്റെ കാര്യം. എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല അല്ലേ? ഏപ്രിൽ ആകുമ്പോഴേക്കും ആ കുട്ടിയുടെ കോഴ്സ് കഴിയും. കല്യാണം കഴിഞ്ഞാൽ കുറുപ്പ് സാറിനോട് പറഞ്ഞിട്ട് നിന്റെ സ്കൂളിൽ തന്നെ ഒരു ജോലി വാങ്ങി കൊടുക്കാമല്ലോ. പിന്നെ അവര് നമ്മുടെ അത്ര തറവാടികളൊന്നുമല്ല. നിനക്ക് നല്ലോണം ബോധിച്ചെങ്കിൽ മാത്രം മതി കേട്ടോ. എനിക്കിത് കേൾക്കുമ്പോഴാ ഞാൻ കല്യാണം കഴിക്കുന്ന ഡിമാൻഡ് അച്ഛൻ അറിയാലോ. ഞാൻ ജീവിതത്തിൽ ആകെ ഒരു
പെൺകുട്ടിയെ കാണുള്ളൂ. അത് ശരിയായില്ല വെച്ചാൽ ഞാൻ പിന്നെ കല്യാണം കഴിക്കില്ല. ഓ പിന്നെ എന്ത് പിന്നെ? ആഴ്ചയിൽ നിന്നെ പോലെ പെണ്ണ് കണ്ട് കിടക്കലല്ലേ എൻ്റെ പണിയെന്നല്ലേ? തന്നെ. നീ വേഗം വന്നേ, 3 മണിക്കാ ഷോ. മോനെ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, അങ്ങനെ 4 ആശ്രമങ്ങളാണ് ഒരു മനുഷ്യന്റെ ആയുസ്സിന്. ഗാർഹസ്ഥ്യം ഒരു പീഡനാണെങ്കിലും അത് അനുഭവിക്കേണ്ട അവസ്ഥ തന്നെയാണ്. അയ്യടാ, മോനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു വേദാന്തം നിങ്ങളന്ന് പോയി പൂജിക്കുന്നുണ്ടോ? എടാ മോനെ, ദിവാകരൻ വരുമ്പോൾ ഞാൻ എന്താ പറയണ്ടേ? എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? എന്ത് പറയാൻ? എൻ്റെ കുറവുകളൊക്കെ പറഞ്ഞിട്ടില്ലേന്ന്? എന്നാ പിന്നെ നിന്റെ കുറവുകളെല്ലാം കൂടി ഒരു ലിസ്റ്റ് എഴുതി അവൾക്ക് കൊടുക്ക്. അപ്പോഴേക്കും അവൾക്ക് 2 കുട്ടികളാവും. എന്തായാലും നീ പോയിട്ട് ആദ്യം ആ കുട്ടി ഒന്ന് കാണ്. എന്തായാലും അവർക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല മോനെ. അതെ, എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. ഇതൊന്നും നടന്നു കണ്ടാ മതിയായിരുന്നു എൻ്റെ ഭഗവാനെ. ഈ കല്യാണം മരണം എന്നൊക്കെ പറയണത് ഒരു യോഗ. അത് നടക്കേണ്ട സമയമാകുമ്പോൾ നടക്കും. അയ്യോ, എനിക്ക് തന്നെ ഇടിച്ചങ്ങ് ചാവാനാ തോന്നണേ. രാമ 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 കൃഷ്ണ ഗോവിന്ദ രാമകൃഷ്ണ. സ്കൂളിൻ്റെ ISS സർട്ടിഫിക്കേഷൻ്റെ ചാർജ് എനിക്ക്. അതിൻ്റെ ഓവർലോഡ് നന്നായിട്ടുണ്ടേ. സ്കൂൾ ഫീന് IS ഉണ്ടോ? പിന്നെ ഐ എം ദ ഇംപ്ലിമെൻറ്റേഷൻ ടീം. സംസാരിച്ചോളൂ കേട്ടോ. അമ്മായി നമ്മുടെ ആളുകളൊക്കെ ഇപ്പോഴും ഭയങ്കര കൺസർവേറ്റീവ് അല്ലേ? ഞാനും കുറേയൊക്കെ അങ്ങനെ തന്നെയാ. പിന്നെ അച്ഛന് ജോലി ബോംബെയിലായോണ്ട് അവിടെ ജീവിച്ചു എന്നേ ഉള്ളൂ. എനിക്ക് നാടാ ഇഷ്ടം. അറ്റ് ദ സെയിം ടൈം കരിയറും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അത് ശരിയാ. എനിക്ക് നാട് തന്നെ ഇഷ്ടം. പുറത്തൊക്കെ എന്താ അല്ലേ, കംപ്ലീറ്റ് കൊല, വെടിവെപ്പ്, രോഗങ്ങൾ. അപ്പൊ ഇവിടെ അതൊന്നും ഇല്ലെന്നാണോ? ഉണ്ട്, പക്ഷേ കുറവാണല്ലോ. എനിക്ക് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. അച്ഛൻ പറഞ്ഞിരുന്നു. അത് വളരെ നന്നായി. ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും ചില സമയത്ത് ഇങ്ങനെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, പിന്നെന്താ. ഷീലയ്ക്ക് മ്യൂസിക്കിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ? എനിക്ക് ചെറിയ എഴുത്തിൻ്റെ അസുഖം ഉണ്ട് കേട്ടോ. പാട്ട് എഴുതുവോ? ഞാൻ 8ാം ക്ലാസ് വരെ പാട്ട് പഠിച്ചതാ, പിന്നെ ബോറടിച്ചു. ഓ ശരിക്കും? എൻ്റെ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഡയഗ്നോസ് ചെയ്ത് പിന്നെ ഇവളുടെ കാര്യം ഓർക്കുമ്പോൾ ടെൻഷനാ. ഇവൾക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എല്ലാവരുടെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാ. ചുറ്റിലും ഒരുപാട് പേര് സഹായിക്കാണ്ടെന്നുള്ളതൊക്കെ വെറും ഒരു തോന്നലാ. അതും ശരിയാ. പക്ഷേ എനിക്കുള്ള രാജേ. എന്നാ പിന്നെ നമുക്കങ്ങോട്ട് ഇറങ്ങല്ലേ സുധി? സുധി പണ്ട് കുറച്ചു കാലം ബോംബെയിലായിരുന്നു അല്ലേ? അച്ഛൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഇറങ്ങട്ടെ എന്നാ. നൈസ് മീറ്റിംഗ്. നൈസ് മീറ്റിംഗ്. എന്തിനായി നിന്നിടം കണ്ണിൻ തടം തുടിച്ചു, എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു. അവളൊരു പുതിയ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സുധിയെ കാണിക്കുന്ന കാര്യ. സുധിയുടെ മുഖത്തിന്റെ ഒരു തെളിച്ചില്ലാത്ത ആ കല്യാണാലോചന മുടങ്ങിയതിന്റെ വിഷമഭാവത്തിന് അത് ഇതുവരെ മാറിയിട്ടില്ല. അതെന്താ പറ്റിയേ? സമ്മതമാണെന്ന് സുധിയുടെ അച്ഛൻ പെൺവീട്ടുകാരെ വിളിച്ചു പറഞ്ഞു. പെൺവീട്ടുകാരുടെ ഭാഗത്തൊന്നും പിന്നെ റെസ്പോൺസ് ഒന്നുമില്ല. മാഡം ഇനി അതൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. കല്യാണം എന്നൊക്കെ പറയുന്ന ഒരു യോഗ. സതീഷിന്റെ എന്റെയും തന്നെ കാര്യം കണ്ടില്ലേ? ഞങ്ങൾ ഡിവോഴ്സായെന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും പലർക്കും ബുദ്ധിമുട്ടാ. അത്രയ്ക്കായിരുന്നു അത്ര പൊരുത്തം. ഈ സെന്റ് സ്റ്റീഫൻസിലേക്ക് ജോലി കളഞ്ഞ മാഡം നമ്മുടെ സ്കൂളിൽ വന്ന് എനിക്ക് കോമഡി ആയിട്ട് തോന്നുന്നു. ഈ കുറിപ്പിനൊക്കെ എങ്ങനെ സഹിക്കുന്നു? ഇവളുടെ +2 കഴിയുന്നവരെങ്കിലും എനിക്കിവിടെ കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. ഇവിടെ ആകുമ്പോൾ ഒരു നോർമൽ സ്കൂളിൽ പഠിക്കാമല്ലോ. ഡൽഹിയിലായിരുന്നപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയ പ്രോബ്ലം. എൻ്റെ ഇനിയുള്ള കരിയറൊക്കെ ഇവളെ ചുറ്റിപ്പറ്റിയേ ഉള്ളൂ. താരമുള്ളോട് സ്തുതിക്കുള്ള അടുപ്പത്തിന്റെ കാര്യം ഇപ്പഴാ എനിക്ക് മനസ്സിലായേ. മിണ്ടല്ലോ അല്ലേ? ഒരു മിനിറ്റ്. എന്താ? ഒന്നും വന്നേ. എന്നെ ചീത്ത പറയാനല്ലേ വിളിപ്പിച്ചേ? സ്ഥലകാല ബോധിയില്ലാണ്ട് ഇങ്ങനെ ഓരോന്ന് പറയണത് എൻ്റെ ഒരു കുഴപ്പാ. സോറി. ഏയ്, നിർമ്മലയുടെ ഈ ഒരു ക്വാളിറ്റിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
ഒരുപാട് നാളായി പറയണമെന്ന് വിചാരിച്ച് മനസ്സിങ്ങനെ വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ്. പറഞ്ഞോളൂ. എനിക്കിഷ്ടമാണ്. എന്നെയോ? അതിനെന്താ നിർമ്മലയ്ക്കൊരു കുഴപ്പം? ഒന്ന് പോ ഗ്രിഗ. ഗ്രിഗൻ എന്താ വട്ടായോ? ഒരുപാട് ആലോചിച്ച് ചോദിക്കുന്നത്. എൻ്റെ ആഗ്രഹം സിനിമ, അഭിനയം ഒക്കെ എന്നറിയാലോ. ഭാവി എന്താന്ന് ഒരു രൂപമില്ല. അതൊക്കെ അറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നിർമ്മലയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ? പാതിരാത്രിക്ക് റോഡിനരികിൽ കിടന്നുറങ്ങുന്ന പാവങ്ങളെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുന്നതാണോ? അവിടെ ഇരുന്ന പേസ്റ്റ് എവിടെയാ? ഇപ്പൊ രാത്രി പല്ല് വെച്ചില്ലെങ്കിൽ എന്താ? പല്ല് വെക്കേണ്ട കിടന്ന് എനിക്ക് ഉറക്കം വരില്ല എന്ന് എനിക്കറിയില്ലേ. നിങ്ങളിന്ന് ഉറങ്ങണ്ട, ഒന്ന് മാറി നിൽക്കൂ, ഞാൻ ഒന്ന് കാണട്ടെ. നിങ്ങളുടെ മകളെയാണ്. ഹലോ ഹലോ, ഞാൻ ബോംബെന്ന് ബാലകൃഷ്ണനാ. മനസ്സിലായോ? ആ മനസ്സിലായി. ശീലരാച്ചനല്ലേ? എഴുന്നേക്കടാ. അത് ശരി. ആ അങ്ങനെ ആയിക്കോട്ടെ. ഞാനൊന്ന് ആലോചിച്ചിട്ടുണ്ട് വിളിക്കാം. ശരി, സന്തോഷം. എന്താ? അയാൾക്ക് പെട്ടെന്ന് ബോംബെക്ക് പോണ്ടി വന്നു അത്രേ. ഓ, എന്നിട്ട് എന്താ പറഞ്ഞേ? അതവർക്ക് സമ്മതാത്രേ. എന്റെ ഭഗവതി, ഞാനൊരു ചുറ്റുവിളക്ക് നേർന്നായിരുന്നു. തീരുമാനം നിന്റെയാ. ഞാൻ എന്താ അവരോട് വിളിച്ചു പറയണ്ടേ? ഇതിലെന്താ ഇത്ര ആലോചിക്കാനുള്ളത്? സമ്മതാണെന്ന് അങ്ങോട്ട് വിളിച്ചു പറയൂ. ആ കുട്ടിക്ക് വേറെ വല്ല ആലോചനയും വന്നാലോ? ഓ, അങ്ങനെ ആലോചന വന്ന് കെട്ടിപ്പോണ കെട്ടിപ്പോട്ടെ. അല്ല, അപ്പൊ എന്താ നമുക്ക് ഒന്നുകൂടി ആലോചിച്ചിട്ട് മതിയല്ലേ? എന്തെത്ര ആലോചിക്കാൻ? വിളിച്ചു പറയോ അച്ഛാ സമ്മതാന്ന്? പറയൂ അങ്ങോട്ട് എന്ന് പറയൂ. ഓ, പല്ലൊക്കെ പിന്നത്തേക്ക് ചെല്ലുന്നേ. ആയിക്കോട്ടെ. നാളെ ഡോക്ടർ എൻ്റെ എൻഗേജ്മെന്റ് ആലോചിക്കുമ്പോൾ തന്നെ കൈങ്കലി മറിക്കുക. എൻഗേജ്ഡ് എന്നാൽ എൻഗേജ്ഡ് ഇൻ പ്ലീസിങ് യുവർ ഫിയാൻസി എന്നാണ്. നിനക്കൊരു കുറവുണ്ട് എന്നവൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് പ്രത്യേകിച്ച്. എന്തെങ്കിലും നല്ല കാര്യം പറ ഡോക്ടർ, എൻ്റെ ഒരു സമാധാനത്തിനെങ്കിലും. ടെൻഷൻ ഉണ്ടാവും. വിവാഹം എന്ന് പറയുന്നത് തന്നെ ഒരു കോംപ്രമൈസാണ്. എൻ്റെ കാര്യം തന്നെ നോക്കിയാൽ മതി. 3 കെട്ടി 3 പെട്ടിയിലായി. ഒന്നുകിൽ ഊട്ടി, അല്ലെങ്കിൽ പെട്ടി, അതുമല്ലെങ്കിൽ കയ്യിലൊരു കുട്ടി. അതാണ് കല്യാണം. ലോകത്തിൽ ഇന്ന് വരെ ഒരു മനഃശാസ്ത്രജ്ഞനും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രഹേളികയാണ് പെണ്ണിൻ്റെ മനസ്സ്. നാളത്തെ കാര്യം ഒന്ന് പറയും ഡോക്ടർ. അതൊന്ന് നേരെ ചോ കഴിഞ്ഞാലല്ലോ ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അവിടെ വേണ്ട. അതെന്താ? ചന്ദ്രൻ്റെ ശരീരത്തിൻ്റെ ഭാഗമല്ലേ? ഷിയാറ്റ്സു ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണിത്. ഇത് പ്രോപ്പറായി ചെയ്യാൻ അറിയാവുന്നവർ വളരെ കുറവാണ്. ജാപ്പനീസ് മെത്തേഡാണ്. അതാണ് ഇത്രയും എക്സ്പെൻസ് വരുന്നത്. പൈസയൊക്കെ ഞാൻ തരാം. ഡോക്ടർ നാളത്തെ കാര്യം ഒന്ന് പറയും. ഓക്കെ, നാളെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താ? ഒരു കാരണവശാലും നീ അണ്ടർവെയർ ഇടാൻ മറക്കരുത്. ഇതാണ് എന്ത് പറഞ്ഞാലുമുള്ള എൻ്റെ ഈ നെഗറ്റീവ് തിങ്കിങ് ആണ് നീ ആദ്യം മാറ്റേണ്ടത്. അണ്ടർവെയർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബനിയനാണ്, അല്ലെങ്കിൽ വിയർത്ത് നാറും. ഡോക്ടർ നാളെ ഉണ്ടാവില്ലേ? ഇല്ല, ബൈ പ്രിൻസിപ്പൽ കല്യാണ സംബന്ധമായ ചടങ്ങുകൾക്കൊന്നും ഞാൻ പോവാറില്ല. അതെന്താ? ദുരന്തങ്ങൾ എനിക്കിഷ്ടമല്ല. മാത്രമല്ല, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള കല്യാണങ്ങളെല്ലാം ഡൈവോഴ്സിലേക്ക് കലാശിച്ചിട്ടുള്ളൂ. എൻ്റെ 3 കല്യാണം ഞാൻ അറ്റൻഡ് ചെയ്തു, 3ഉം ഡൈവോഴ്സായി. എന്നാ വേണ്ട ഡോക്ടർ. ഒറ്റപ്പാലം മംഗലത്ത് വീട്ടിൽ ബാലകൃഷ്ണന്റെയും പരേതയായ വിമലയുടെയും മകൾ ഷീലയും, ആലത്തൂർ വാത്മീകം വീട്ടിൽ ശങ്കരൻകുട്ടിയുടെയും ശാന്തകുമാരിയുടെയും മകൻ സുധിയും തമ്മിലുള്ള വിവാഹം കൊല്ലവർഷം 1186 മിഥുനമാസം 30-ാം തീയതി 11:30 മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ വിവാഹം നടത്തിക്കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നാ കുട്ടികളെ വിളിക്കൂ, മോതിരം മാറാം. വെപ്രാളം വേണ്ട, മര്യാദയ്ക്ക് മോതിരിടണം. ഇത് വരലിടണ്ടേ? ഇതാ മോതിരം വരല, എടുത്തേക്ക്. ഇത് കൊടുക്കാം മോളെ.
കൈയല്ല മോനെ, മറ്റേ കൈ. എന്റെ ഭഗവാനെ. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ജയൻ, ബിജു, മോഹൻ. ആ എനിക്കറിയാലോ. ചെലവെപ്പോഴാ? അതെ, ഫസ്റ്റ് നൈറ്റ് മുമ്പെങ്കിലും നടക്കൂ. ആളെ ഹാപ്പി. ഇവരെപ്പോഴും ഇങ്ങനെയാ. കൺഗ്രാറ്റ്സ്. താങ്ക് യു സുഖി. മൈ ബെസ്റ്റ് വിഷസ്. ഇതാരാന്ന് മനസ്സിലായോ? ആ കുട്ടി സംസാരിക്കില്ല. ആ ഇത് ശ്രീധര, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഏത് സ്കൂളിലാ ജോലി? ഇവിടെ തന്നെയാ. ശരി. തോളത്ത് കൈടാ, അടുത്തോട്ട് നിന്ന് തോളത്ത് കൈടാ. കുറച്ച് കയറി നിന്നോ. എന്നിട്ട് അടുത്ത് കയറി. പ്രേമി നിന്ന് മാറിക്കുട്ടി. ഞങ്ങൾ ഇതിന്റെ ഒരു പ്രൊമോ ഉണ്ടാക്കി നെറ്റിലിടാൻ പോവാ. 2 വാക്ക് ഷീലയെ കുറിച്ച് ഒന്ന് പറയാവോ സുധിയേട്ടാ? അതൊന്നും വേണ്ട പ്ലീസ്. ഇതൊക്കെയല്ലേ ഈ ദിവസത്തിന്റെ ഒരു മെമ്മറി. ഒരു 2 വാക്ക്. ബി സ്പോർട്ട് സുധിയേട്ടാ. അതൊക്കെ ബോറാവും. ചേച്ചിയുടെ ഇഷ്ടമുള്ള ഏതെങ്കിലും നല്ലൊരു ക്വാളിറ്റി പറയാമോ? ഞങ്ങളത് എഡിറ്റ് ചെയ്തിട്ടോളാം. ക്വാളിറ്റി ഒന്നും ഇല്ലേ? അല്ല, ഞാൻ പറഞ്ഞാ മതിയോ? ഏയ് പറ്റില്ല. ഫസ്റ്റ് ടേൺ ചേട്ടന്റെ. ശിലയുടെ ഫസ്റ്റ് ക്വാളിറ്റി സിൻസിയറിറ്റി. പിന്നെ മ്യൂസിക്, ഡൗൺ ടു എർത്താണ്. പോരെ? നിങ്ങൾ റെഗുലറായി വീഡിയോ ചാറ്റ് ചെയ്യാറുണ്ടെന്നല്ലേ പറഞ്ഞത്? അന്നൊന്നും ഇത് തോന്നിയില്ല? അറിയായിരുന്നു, പക്ഷെ അതിന്റെ ഒരു ഇന്റൻസിറ്റി ശരിക്കും ഇന്നാ മനസ്സിലായേ. ചിലപ്പോൾ സ്റ്റേജ് ഫ്രൈറ്റിന്റെ ആയിരിക്കും. ഞങ്ങളെയൊക്കെ ആദ്യമായിട്ടല്ലേ കാണണേ. ആൾക്കാരെ കാണാതെ പിന്നെ ലൈഫ് ലോങ് എന്നോട് മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നാ മതിയോ? ബാംഗ്ലൂരിലുള്ള എൻ്റെ ഒരു പഴയ നെയ്ബർ ഇപ്പൊ ഇവിടെയുണ്ട്. ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റാ കക്ഷി. പുള്ളിക്കാരി ഒന്ന് കണ്ട് സംസാരിക്കണോ? ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ അറിയാലോ. നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. എന്താ ഇവിടെ ഒരു രഹസ്യ ചർച്ച? അതൊക്കെയുണ്ട്, ബാലമാമ വഴി അറിഞ്ഞോളൂ. എന്താ വെച്ചാ പറഞ്ഞിട്ട് പോ. ഒന്നുമില്ലേ. നീ എന്താടി ഇവിടെ നിൽക്കണേ? എന്താ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒന്നുമില്ല അച്ഛാ. എന്താടി, അമ്മയെ ഓർമ്മ വന്നോ? നീ ഹാപ്പി അല്ലേ? നോക്കിയോ ഷീലെ, നന്നായിട്ടില്ലേ? ഇവിടെ സ്കൂളിലെ ജോലി ഒരുവിധം പറഞ്ഞ് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. കുറച്ച് ക്യാപിറ്റേഷൻ കൊടുക്കേണ്ടി വരും, എന്നാലും ലാഭാ. അങ്ങനെ ഒരു ജോലി എനിക്ക് വേണ്ട സുധി. ഈ പ്രിൻസിപ്പൾസ് പറഞ്ഞുകൊണ്ടിരുന്ന വെറുതെ വീട്ടിലിരിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അങ്ങനെ ഒരു പേടിയൊന്നും സുധിക്ക് വേണ്ട.
I can find a job for myself. ഇവിടുത്തെ കൊള്ളാവുന്ന ഒരു സ്കൂള് ഇത് മാത്രമേ ഉള്ളൂ. അതാ മുംബൈയിൽ ട്രൈ ചെയ്യാം. അവിടെ കുറെ കൂടെ ബെറ്റർ പാക്കേജും ഉണ്ടാവുമല്ലോ. ബോംബെ അത് വേണ്ട, അധികം സമ്മതിക്കില്ലേ? വൈ? ഷീല പറഞ്ഞത് ഇവിടെ ഇഷ്ടമാണല്ലേ? നോട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് മൈ കരിയർ. അതും ഞാൻ പറഞ്ഞിരുന്നു. പതുക്കെ. ഷീല പറഞ്ഞോളൂ. സുധി പറഞ്ഞോളൂ. ഷീല പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഷീല പറഞ്ഞോളൂ. ആരെങ്കിലും ഒന്ന് പറഞ്ഞ ഉപകാരമായിരുന്നു. മസാല ദോശ, രണ്ട് വട. മോളൊന്ന് പറ, ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും കടയടയ്ക്കും. ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യണേ സാറേ. നിങ്ങൾ ആലോചിച്ചിട്ട് ഓർഡർ ചെയ്താൽ മതി. ഞാൻ പോയിട്ട് പിന്നെ വരാം. ഈ വീക്കെൻ്റെ പിന്നെ പെണ്ണെന്താ ഭ്രാന്തട്ടോ. ഓരോരുത്തന്മാരുടെ വെയിറ്റേ. ഹേ ചേട്ടാ സാർ ഒരു മിനിറ്റ്. സുധി നമുക്ക് പോവാം. അയാളെ കണ്ടിട്ടൊരു മനുഷ്യപ്പനുണ്ടെന്ന് തോന്നുന്നു. എന്താ വേണ്ട സാർ? വേറെ എന്തെങ്കിലും?